സിസ്റ്ററിന് മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണ് പിണ്ടിമന പോൾരാജ്, പ്രൊഫഷണൽ നാടകരംഗത്തെ ഒരു പ്രഗത്ഭ നടനാണ്. സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല. വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ, പ്രഹേളികയിലെ ഇൻസ്പെക്ടർ, നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി, താരാട്ടു പാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ. ഡോക്ടറെ കണ്ടില്ലേ? ഇല്ല. പിന്നെ സിസ്റ്റർ കണ്ടിട്ട് പ്രയോജനമില്ലെങ്കിൽ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെയാണ് കാണേണ്ടത്. അയ്യോ, എനിക്ക് അസുഖമൊന്നുമില്ല. എന്റെ സുഹൃത്തിനാണ് അസുഖം. G11 സെല്ലിൽ കിടക്കുന്ന പ്രശാന്ത്. ആദ്യം എല്ലാവരും ഇങ്ങനെയാ പറയുന്നത്. അയ്യോ, സത്യമായിട്ട് എനിക്കൊന്നുമില്ല, എന്നെ വിശ്വസിക്കൂ. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതിയല്ലേ. സിസ്റ്റർ ക്രിസ്ത്യാനിയല്ലേ? ഞാനും ക്രിസ്ത്യാനിയാ. ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. എന്റെ സുഹൃത്തിന് അസുഖം വളരെ കുറവുണ്ട്. ഇവിടെ കിടക്കുന്ന രോഗിയിൽ ഏറ്റവും നോർമൽ അവനാ. സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ ഡോക്ടറോട് പറയാം. പറഞ്ഞാൽ പോരാ, സാധിച്ചു തരണം. നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ, പ്ലീസ്. ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട. ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ? യവന്മാര് കിടക്കുന്നിടത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക് ആണെന്ന് അറിയില്ലേ? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ സംഭവം. ഈ ഭ്രാന്തന്മാരുടെ മനസ്സും കുംഭമാസ നിലാവും ഒരുപോലെയാണെന്നാണ് പറയാറ്. രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ്? അല്ല, ഞാൻ ജാഗ്രത പുലർത്തിക്കോളാം. എന്നാലും ബീനു കൂടി ശ്രദ്ധിക്കണം. എന്റെ ലീലാമേ, നിനക്കിതൊക്കെ വെറുതെ തോന്നില്ലേ? നിന്നോടല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരോടാ താല്പര്യം? എന്താ? അച്ഛൻ വന്നിട്ടുണ്ട്. ലീലാമ പോയിക്കോളൂ. അച്ഛൻ ശനിയാഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയപ്പോ വളരെ വൈകി. നാളെ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് അച്ഛാ? ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ സ്കാൻ ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? കുറച്ചധികം മരുന്നും ഗുളിക എഴുതി തന്നിട്ടുണ്ട്. പിന്നെ ആ ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോളാം. യവനൊക്കെ എങ്ങനെയുണ്ട്? സെല്ലിനകത്താ. മരുന്നൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ഒബ്സർവേഷനിലാണ്. ഓ, നിന്ന നിപ്പിലല്ലേ ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത്. അവളെയും ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. അച്ഛനെ കാണുമ്പോൾ അവള് വയലന്റ് ആവും. ഭ്രാന്തിലെന്നാണ് അവള് പറയുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ദേഷ്യം മുഴുവൻ എന്നോടാ. എന്തായാലും അവളെ ഒന്ന് കാണണം. എന്താ മോളെ, കുറുപ്പങ്കലിനെ മറന്നോ? ഓ, എത്ര സ്മാർട്ടായിരുന്നു. എന്തു പറ്റി ഇവൾക്ക്? എല്ലാരും കൂടി എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കണ്ട. അച്ഛനും മോനും കൂടി നാടകം കളിക്കാൻ വന്നിരിക്കുന്നു. പോകുന്നുണ്ടോ അവിടുന്ന്? എന്തെങ്കിലും നല്ല മരുന്ന് കൊടുത്ത് ഇവളുടെ അസുഖം മാറ്റിയെടുക്ക്. മോള് ദേഷ്യപ്പെടണ്ട. കുറുപ്പങ്കല് പോവുക. ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അച്ഛൻ താഴെയിരിക്കുക. ഞാനിപ്പോ അങ്ങോട്ട് വരാം. എനിക്ക് നിങ്ങളെ കാണണ്ട. യമനെ, എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ. ആകെ തന്നത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ്. അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു വിലക്കുകളുമില്ല.
ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഷോക്ക് തരാൻ വരെ ഞാൻ മടിക്കില്ല. You bloody bastard, get out! ഓക്കെ, കൂൾ ഡൗൺ. നദികളിൽ സുന്ദരി യമുന എന്ന് കേട്ടിട്ടുണ്ട്. നദികളിൽ മാത്രമല്ല, സഖികളിലും സുന്ദരി യമുന തന്നെയാ. മമ്മ ഇവിടെ ഇല്ല. നന്നായി. ഞാൻ ആഗ്രഹിച്ചതും അതാണ്. ഡോക്ടർ, ഞാനൊരു കാര്യം തുറന്നു പറയാം. ഓരോ വെക്കേഷനും മദ്രാസിൽ നിന്ന് ഞാൻ ഇവിടെ വരുമ്പോ പൈങ്കിളി കഥയിലെ ഹീറോയെ പോലെ ചീപ്പ് റൊമാൻറ്റിക് പല്ലവികളുമായി ഡോക്ടർ എന്റെ മുന്നിൽ വരാറുണ്ട്. ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ബലമായി പിടിച്ചു വാങ്ങാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. യമുന നല്ല മൂഡിലാണല്ലോ. ഏത് സിനിമ ഈയിടെ കണ്ടത്? നല്ല ഡയലോഗ്, പെർഫോമൻസും കൊള്ളാം. അതൊക്കെ പോട്ടെ, അപൂർവമായി വീണ് കിട്ടിയ ഒരവസരമാണിത്. കൈയെടുക്ക. അത് കൊള്ളാം. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്ക് തൊടാൻ പാടില്ലേ? സ്വയം അങ്ങ് തീരുമാനിച്ച പോരല്ലോ. കൈയെടുക്ക. കൈയെടുക്കാനാ പറഞ്ഞത്. Come on, dear. അവന്റെ കയ്യിൽ കിട്ടി എനിക്ക് കത്തൊന്നുമില്ലേ? ഉണ്ടല്ലോ. രജിസ്റ്ററാ? ആ. അപ്പൊ ഒപ്പിടണ്ടേ? പിന്നെ പേന. പേന. പോയി. മനസ്സിനെ അയ്യോ, ഇതെനിക്കുള്ളതല്ല. മുകളിൽ സ്ത്രീകളുടെ വാർഡിലും 4-ാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാ. ഇതാ തന്നെ കൊണ്ടു കൊടുക്കണേ. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. പേന. ഡോക്ടറെ, ഡോക്ടർക്ക് ഒരു കത്തുണ്ട്. എനിക്കോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, താൻ പോസ്റ്റ് ഓഫീസിൽ ചെയ്യൂ, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം. സിസ്റ്ററിന് ഒരു ലവ് ലെറ്റർ ഉണ്ട്. ഇങ്ങനെ ഇതല്ല ഇതല്ല ഇതല്ല. ഓക്കെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഫൈൻ. സിസ്റ്റർ, രാവിലെ ഇയാളെ ജനറൽ വാർഡിലേക്ക് മാറ്റി. ഓക്കെ, താങ്ക് യു. പോസ്റ്റ് പോസ്റ്റ്. ഞാൻ യമുനയെ രക്ഷിക്കാൻ വന്നതാണ്. സെൽ നമ്പർ G11-ലുണ്ട് പ്രഭാകരൻ. ഈ സെൽ നമ്പർ G11 കിടക്കുന്നത് ആരാ? കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞാൽ മതി. ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി. എനിക്ക് ധാരാളം ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്. അണ്ടർസ്റ്റാൻഡ്? എനിക്കൊരു കത്തുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ തെങ്ങ് മുഴുവൻ കയറിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. എന്നാ കത്ത് ഞാൻ തിരിച്ചയക്കും. നീ എങ്ങോട്ടെങ്കിലും അയക്കേ. നിന്നോടല്ലടാ ഇറങ്ങി വരാൻ പറഞ്ഞത്. ഇതൊരു ശല്യമായല്ലോ. നിന്റെ ഒടുക്കത്തെ ഒരു കത്ത് ഇന്ന് നിന്റെ പോസ്റ്റ് ഓഫീസിൽ ഞാൻ കത്തിക്കൂടാ. എന്താ പറ്റി പറഞ്ഞത്? നീ എന്റെ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുന്നു. പോസ്റ്റ് ഓഫീസിൽ എത്തിക്കണോ?
എന്താ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നോടെ? സാറേ, ഇവൻ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന്. മുന്നിപ്പോയിരുന്നു. ഗോപാലിന്റെ പോസ്റ്റ് ഓഫീസ് ഒരുത്തനും കത്തിക്കില്ല. ഞാനില്ല ഇവിടെ. സാറിന് ലെറ്റർ വല്ലതും വേണോ? എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം. അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ മേടിച്ചോളാം. ഗോപാലൻ പറട്ടെ സാറേ. പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന കാര്യം നീ അല്ലാതെ അവനോട് പറയൂ. അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത്. കൊല്ലാൻ വരെ മടിക്കില്ല, അറിയോ? അയ്യോ, എന്റെ തേങ്ങ ഇവിടെ. സാറ് ഒന്നും കണ്ടു പേടിക്കണ്ട. ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളും. ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട. ഇന്ന് 5 മണിക്കൽ അമ്പലത്തിലൊരു നാടകമുണ്ട്. ഞാനൊന്ന് മുങ്ങും. ഞാനാണ് പ്രധാന പ്രേക്ഷകൻ. ഇഞ്ചക്ഷനൊക്കെ ലീലാമ്മ സിസ്റ്റർ കൃത്യസമയത്ത് തന്നോളൂ. ഞാൻ പറ്റേ അയ്യാ